വൈക്കോഫ് മലയാളം ട്രേഡിംഗ് കോഴ്സിന്റെ ഫൗണ്ടേഷൻ സീരീസിലുള്ള രണ്ടാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അക്യുമുലേഷൻ സ്കീമാറ്റിക്സ് ആണ്. അതായത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഒരു സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റോക്കിൽ കാണാവുന്ന ഏതാനും ചില അടയാളങ്ങളുണ്ട്. അതിന് നമ്മൾ വൈക്കോഫ് ഫേസസ് എന്ന രീതിയിൽ ഇവിടെ പഠിക്കുന്നു. ഇത് പഠിക്കുന്നതിലൂടെ ഒരു സ്റ്റോക്ക് എപ്പോഴാണ് മുകളിലേക്ക് പോവാൻ തുടങ്ങുന്നത് എന്ന്, അല്ലെങ്കിൽ അതിന്റെ മാർക്കപ്പ് എപ്പോഴാണ് തുടങ്ങുന്നത് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനാവുകയും അതിലൂടെ കൃത്യമായി നമുക്ക് എൻട്രി എടുക്കാൻ സാധിക്കുകയും കൂടുതൽ പ്രോഫിറ്റ് നേടാനാവുകയും ചെയ്യും. അതിനായി നമ്മൾ ലൈവായി പഠിക്കുന്നതിനായി ട്രേഡിംഗ് വ്യൂ ചാർട്ടിലേക്ക് പോകുന്നു. ടാറ്റ സ്റ്റീലിന്റെ സ്റ്റോക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് മന്ത്ലി ടൈം ഫ്രെയിം ആണ്. 1994 ടാറ്റ സ്റ്റീൽ IPOക്ക് വന്നത് മുതൽ 2026, അതായത് ഇന്ന് വരെയുള്ള കാലഘട്ടങ്ങളിലുള്ള ഇതിന്റെ മൂവ്മെന്റ് ആണ് മന്ത്ലി ടൈം ഫ്രെയിമിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു വൈക്കോഫിയൻ എന്ന രീതിയിൽ ഈ ചാർട്ടിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാനാവുക, അല്ലെങ്കിൽ നമ്മളുടെ ശ്രദ്ധ ആദ്യം പതിയുക രണ്ട് ഭാഗത്തേക്കാണ്. ഒന്ന്, ഇതിലുള്ള ഒരു ഏകദേശം 3-4 വർഷത്തോളം നീണ്ടുനിന്ന 1997 മുതൽ അല്ലെങ്കിൽ 98 മുതൽ 2003 വരെ നീണ്ടുനിന്ന ഒരു അക്യുമുലേഷൻ. പിന്നീട് ഇതിൽ 2008 ശേഷം സംഭവിച്ച 2008 മുതൽ 2020 വരെ ഏകദേശം നീണ്ടുനിന്ന മറ്റൊരു റീ അക്യുമുലേഷൻ. ഈ രണ്ട് ഭാഗങ്ങളാണ് ഒരു വൈക്കോഫിയന്റെ കണ്ണിൽ ആദ്യം തന്നെ വരിക. ഇതിന് ശേഷം, അതായത് 2003 സമയങ്ങളിൽ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവസാനിച്ചിട്ടുള്ള അക്യുമുലേഷന്റെ സമയത്ത് നടന്ന മാർക്കപ്പാണ് ഇത്രയും. എന്ന് പറഞ്ഞാൽ 2002 സംഭവിച്ചിട്ടുള്ള ഫേസ് സി മുതൽ ഏകദേശം 2008 സംഭവിച്ചിട്ടുള്ള ബൈയിങ് ക്ലൈമാക്സ് വരെ 85 രൂപ, 3 രൂപയിൽ നിന്ന് 3.5 രൂപയിൽ നിന്ന് 85 രൂപയിലേക്കുള്ള ഈ ഒരു മാർക്കപ്പ്. അതിനുശേഷം ഈ റീ അക്യുമുലേഷന് ശേഷമുള്ള മാർക്കപ്പ് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ. ഫേസ് സി സംഭവിച്ചിട്ടുണ്ട്, അതിന്റെ അടുത്ത ഫേസിലേക്ക് കടന്നിട്ടുണ്ട്. നമ്മൾ റീ അക്യുമുലേഷനെ പറ്റി പഠിക്കുന്ന വീഡിയോ നമ്മുടെ 6ാമത്തെ വീഡിയോ ആയിരിക്കും. ആ സമയത്ത് നമ്മൾക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാം. എന്നാലും വൈക്കോഫിന്റെ ഒരു ലോ ഇവിടെ പ്രത്യേകം പറയേണ്ടതുണ്ട്. ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ്. കോസ് എന്ന് പറയുന്നത് സൈഡ് വേസ് മൂവ്മെന്റ്, അല്ലെങ്കിൽ അക്യുമുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, റീ അക്യുമുലേഷൻ തുടങ്ങിയിട്ടുള്ള സൈഡ് വേസ് മൂവ്മെന്റ് ആണ്. എഫക്റ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്കുള്ള പ്രൈസ് മൂവ്മെന്റ് ആണ്. മാർക്കപ്പ് അല്ലെങ്കിൽ മാർക്ക് ഡൗൺ. എത്രത്തോളം വലുതാണോ കോസ്, അത്രത്തോളം വലുതായിരിക്കും എഫക്റ്റ്. ഇതാണ് വൈക്കോഫിന്റെ നിയമം. അതുപോലെ മറ്റ് രണ്ട് നിയമങ്ങൾ കൂടെയുണ്ട്. ലോ ഓഫ് എഫേർട്ട് വേഴ്സസ് റിസൾട്ട്, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും. മറ്റൊന്ന് വളരെ ഫേമസ് ആണ്, ലോ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. എല്ലാവർക്കും അറിയുമായിരിക്കും. ഒരു സ്റ്റോക്കിന്റെ സപ്ലൈയേക്കാൾ കൂടുതൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ അതിന്റെ പ്രൈസ് മുകളിലേക്ക് പോവുകയും ഡിമാൻഡിനേക്കാൾ കൂടുതൽ സപ്ലൈ ഉണ്ടെങ്കിൽ അതിന്റെ പ്രൈസ് താഴേക്ക് പോവുകയും ചെയ്യും. ഇവിടെ നമ്മളുടെ ഉദ്ദേശം അക്യുമുലേഷൻ സ്കീമാറ്റിക്സ് പഠിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ അക്യുമുലേഷൻ പാർട്ട് മാത്രം നിങ്ങൾക്ക് സൂം ചെയ്ത് അതിന്റെ ഫേസസ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ സ്റ്റോക്ക്, നമ്മൾ ആദ്യമായി ഈ സ്റ്റോക്കിന്റെ ആദ്യമായി സംഭവിച്ച അക്യുമുലേഷനിലേക്ക് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാനാവുന്നത് ആദ്യം ഇതിന്റെ ഡൗൺവേർഡ് മൂവ്മെന്റ് ആണ്. ഈ ഡൗൺവേർഡ് മൂവ്മെന്റിലുള്ള ഓരോ ഡൗൺ സ്വിങ്ങുകളും അപ്പ് സ്വിങ്ങുകളും നമുക്ക് അനലൈസ് ചെയ്യാം. ഇതിന്റെ ആദ്യം നടന്ന ഡൗൺ സ്വിങ് ആണ് ഇത്. ശേഷം രണ്ടാമത്തേത്, മൂന്നാമത്തേത്, നാലാമത്തേത്, അഞ്ചാമത്തേത്. ഈ ഓരോ ഡൗൺ സ്വിങ്ങുകളിലും പരിഗണിക്കുമ്പോൾ ഏറ്റവും വലിയ ഡൗൺ സ്വിങ് സംഭവിച്ചിട്ടുള്ളത് അഞ്ചാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ ഡൗൺ സ്വിങ് ആണ്. ഇനി അതിൽ ഓരോന്നിന്റെയും അവസാനിച്ച ക്യാൻഡിലിൽ മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഏറ്റവും അവസാനത്തെ ക്യാൻഡിൽ ഒരു ഹാമർ അല്ലെങ്കിൽ പിൻബാർ ക്യാൻഡിലാണ്. ഹാമർ ക്യാൻഡിൽ പലപ്പോഴും നമ്മൾ റിവേഴ്സൽ ക്യാൻഡിലായി പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ അവസാനത്തെ മൂവ്മെന്റ്, ഡൗൺവേർഡ് മൂവ്മെന്റ് ഏറ്റവും ഡീപ്പർ ആണ് എന്ന് മാത്രമല്ല, അത് അവസാനിക്കുന്നത് ഒരു റിവേഴ്സൽ സിഗ്നലോട് കൂടെയാണ്. ഇനി നമ്മൾക്ക് ഇതുവരെ സംഭവിച്ചിട്ടുള്ള, എന്ന് പറഞ്ഞാൽ 1999 വരെ സംഭവിച്ചിട്ടുള്ള അപ് സ്വിങ്ങുകളൊന്ന് പരിശോധിക്കാം.
ആദ്യമേ പറയട്ടെ, നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങൾ ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ അപ്പിയർ ചെയ്തിട്ടില്ല. ഓക്കെ, ഇതിന്റെ ലെഫ്റ്റിലേക്കുള്ള ഭാഗം മാത്രമാണ് നമ്മളുടെ മുമ്പിലുള്ളത്. ഓക്കെ, ഇനി അതിലുള്ള അപ്സ്വിങ്ങുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ അപ്സ്വിങ്ങുകളിൽ പൊതുവെ എല്ലാം സ്മോളർ ചെറിയ ക്യാൻഡിലുകളാണ്. എന്ന് മാത്രമല്ല, അതെല്ലാം ഡൗൺ സ്വിങ്ങുകളെക്കാളും വളരെ ചെറുതും കൂടെയാണ്. ഇനി നമ്മളുടെ ഏറ്റവും വലിയ ഡീപ്പർ പെനട്രേഷൻ അല്ലെങ്കിൽ താഴേക്ക് വന്നിട്ടുള്ള മൂവ്മെന്റിന്റെ ശേഷം വന്ന റിവേഴ്സൽ ക്യാൻഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഈ റിവേഴ്സൽ ക്യാൻഡിലിന് ശേഷം സംഭവിച്ചിട്ടുള്ള നമ്മളുടെ ബിഗർ ക്യാൻഡിൽസ് നോക്കാം, അല്ലെങ്കിൽ അപ്സ്വിങ് നോക്കാം. ഈ അപ്സ്വിങ് ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് അല്പം വലുതാണ്. മാത്രമല്ല, അതിലുള്ള രണ്ടാമത്തെ ക്യാൻഡിൽ, അതിൽ ഫോം ചെയ്തിട്ടുള്ള ക്യാൻഡിലും അത്യാവശ്യം വലിയത് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുവരെയുള്ള മാർക്കറ്റിന്റെ ഡൗൺവേർഡ് ട്രെൻഡിന്റെ സ്വഭാവം മാറിയിട്ടുണ്ട് എന്നാണ്. ഡൗൺവേർഡ് ട്രെൻഡ് ഏകദേശം സ്റ്റോപ്പ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ഇനി കൺഫേം ആവുന്നത്, നമ്മൾക്ക് അതിന്റെ ശേഷമുള്ള ക്യാൻഡിൽസിന് എന്ത് സംഭവിച്ചു, എങ്ങനെ വരുമെന്ന് അറിയില്ല. നമ്മൾക്കിപ്പോൾ നമ്മളുടെ മുമ്പിലുള്ള ക്യാൻഡിലുകൾ എന്ന് പറയുന്നത് നമ്മൾ ഈ മാർക്ക് ചെയ്തത് വരെയുള്ള ക്യാൻഡിലുകളാണ്. ഇതുവരെയുള്ള ക്യാൻഡിലുകൾ വച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ശേഷം ക്യാൻഡിലുകൾ ഇവോൾവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങളിൽ തീരുമാനമെടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, സോ ഏറ്റവും വലിയ ഡൗൺ സ്വിങ്ങിന്റെ താഴ്ഭാഗത്ത് വെച്ച് നമുക്ക് ഒരു റെസിസ്റ്റൻസ് ലൈൻ, അല്ലെങ്കിൽ അത് റെസിസ്റ്റൻസ് ലൈൻ ആവണമെങ്കിൽ 2 ലൈനിനെ കൂട്ടി വരക്കണമെന്നാണ്. പക്ഷേ ഇവിടെ വൈക്കോഫ് പറയുന്നത് ഏറ്റവും താഴെയുള്ള ലൈൻ, ക്യാൻഡിലിന്റെ ഏറ്റവും ലോയിൽ നിന്ന് നമുക്കൊരു ലൈൻ വരക്കണം. ഭാവിയിൽ അത് സപ്പോർട്ടായിട്ട്, താഴേക്കുള്ള ഒരു സപ്പോർട്ടായിട്ട് അത് ആക്ട് ചെയ്യും എന്നാണ്. ഓക്കെ, പിന്നെ വൈക്കോഫ് പറയുന്നത് നമ്മൾ ഈ ഏറ്റവും വലിയ ഡൗൺ സ്വിങ് സംഭവിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് നടന്നിരിക്കുന്ന ഡൗൺ സ്വിങ്, അതായത് നമ്മൾ ഈ കാണുന്ന 3-4 ക്യാൻഡിലുകൾ, എവിടെയാണോ എൻ്റെ കഴ്സർ മൂവ് ചെയ്യുന്ന അവിടെയുള്ള 3-4 ക്യാൻഡിലുകൾ, ഈ ഭാഗത്തും നമുക്ക് ഇതേപോലെ ഒരു റെസിസ്റ്റൻസ് ലൈൻ വരയ്ക്കേണ്ടതുണ്ട്. റെസിസ്റ്റൻസ് ഓർ സപ്പോർട്ട് ഇൻ ഫ്യൂച്ചർ. ഓക്കെ, ഈ ക്യാൻഡിലുകളൊന്നും നമ്മൾക്ക് അതുവരെ ഫോം ചെയ്തിട്ടില്ല. നമ്മൾക്ക് ആകെ ഫോം ചെയ്ത ക്യാൻഡിലുകൾ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇവിടെ വരെയാണ് നമ്മൾക്ക് ഈ സമയം കൊണ്ട് ഫോം ചെയ്തിട്ടുണ്ടാവുന്ന ക്യാൻഡിലുകൾ. ഈ റെഡ് ലൈൻ വരച്ചതിന്റെ ലെഫ്റ്റിലേക്ക് മാത്രമായിരിക്കും നമുക്കത് വരെ ഉണ്ടായിരിക്കുന്ന ക്യാൻഡിലുകൾ. ഏതായാലും ഇതിനു ശേഷം ഈ താഴെ വന്നു ഓക്കെ, ബൈ ദ വേ, നമ്മൾക്ക് 1-2 നെയിംസ് ഇവിടെ നൽകേണ്ടതുണ്ട്, 1-2 അടയാളപ്പെടുത്തലുകൾ നടത്തേണ്ടതുണ്ട്. ഏറ്റവും ലോ, ഇതുവരെ സംഭവിച്ചിട്ടുള്ള ഏറ്റവും ലോയെ നമ്മൾ പറയുന്ന പേര് ബൈയിങ് ക്ലൈമാക്സ് എന്നാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ബൈയിങ് നടക്കുക. നമ്മൾ അടുത്ത വീഡിയോയിൽ വോള്യൂം റിപ്രസെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവും. ഇതിന് പറയുന്ന പേര് ബൈയിങ് ക്ലൈമാക്സ് എന്നാണ്. ഇതിന്റെ തൊട്ട് മുമ്പായി നടക്കുന്ന ഡൗൺ സ്വിങ്ങിനെ നമ്മൾ പറയുന്ന പേര് പ്രിലിമിനറി സപ്പോർട്ട് എന്നാണ്. നമ്മൾ PS എന്ന രീതിയിൽ അത് റെപ്രസെന്റ് ചെയ്യും, പ്രിലിമിനറി സപ്പോർട്ട്. അപ്പോൾ പ്രിലിമിനറി സപ്പോർട്ടിന്റെ ശേഷം ബൈയിങ് ക്ലൈമാക്സ് സംഭവിക്കുന്നു. ബൈയിങ് ക്ലൈമാക്സിൽ സംഭവിക്കുന്നത്, ഒരു ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്ക്, അല്ലെങ്കിൽ അവരുടെ റിസർച്ച് ടീം ആദ്യമായി സ്റ്റോക്ക് കാണുകയും അതിന് ഭാവിയിലേക്ക് മുകളിലേക്കുള്ള വളർച്ചാ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിൽ അവർ ആദ്യമായി ബൈയിങ് തുടങ്ങുകയും ചെയ്യും. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ബൈ ചെയ്യുമ്പോൾ അതൊരു വലിയ ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ഇതുവരെ ഉണ്ടായിരുന്ന സപ്ലൈയെ അതിന്റെ ഡിമാൻഡ് മറികടക്കുകയും ആ സ്റ്റോക്കിന് മുകളിലേക്ക് ഒരു മൂവ്മെന്റ് കിട്ടുകയും ചെയ്യും. ഇതിന് നമ്മൾ പറയുന്ന പേര് ഓട്ടോമാറ്റിക് റാലി എന്നാണ്. നമ്മളതിനെ AR എന്ന രീതിയിൽ റെപ്രസെന്റ് ചെയ്യും, ഓട്ടോമാറ്റിക് റാലി. ഓട്ടോമാറ്റിക് റാലി ഉണ്ടാവാൻ കാരണം ആ താഴെ നടന്ന ബൈയിങ് ആണ്. അത് സമയത്ത് ഉണ്ടായ താൽക്കാലികമായ ഒരു ഡിമാൻഡാണ് അവിടെ ഉണ്ടായ ഓട്ടോമാറ്റിക് റാലിക്ക് കാരണം. ഓക്കെ, ശേഷം ആ ഓട്ടോമാറ്റിക് റാലി മുകളിലുള്ള റെസിസ്റ്റൻസിനെ ടച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനേക്കാളും ഇത്തിരി കൂടി മുകളിലെത്തുകയോ ഒക്കെ ചെയ്യും. ശേഷം അത് താഴേക്ക് തന്നെ വീണ്ടും വരും.
അങ്ങനെ അത് താഴേക്ക് വീണ്ടും വരുമ്പോൾ ഇത് ഒന്നുകിൽ ഈ ബൈയിങ് ക്ലൈമാക്സിന്റെ അതേ ലെവലിൽ തന്നെ വരാം, അല്ലെങ്കിൽ അതിന് മുകളിൽ അവസാനിക്കാം. വളരെ അപൂർവമായിട്ട് അതിന്റെ താഴെയും പോകാറുണ്ട്. അങ്ങനെ താഴെ പോവുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സ്റ്റോക്ക് കുറച്ചുകൂടെ വീക്കാണ് എന്നാണ്. വീക്ക് എന്ന് പറയുമ്പോൾ തുടക്ക ഭാഗത്താണ്, അക്യുമുലേഷന്റെ അവസാന ഭാഗത്താണ് നമ്മളുടെ എൻട്രി വരിക. ഏതായാലും ഈ ഭാഗത്ത് നമ്മൾ പറയുന്ന പേരാണ് സെക്കൻഡറി ടെസ്റ്റ്, ST. ഇതോടുകൂടി ഫേസ് A അവസാനിക്കുന്നു. ഇതാണ് ഫേസ് Aയുടെ ബൗണ്ടറി. ഇവിടെ നമുക്ക് ഫേസ് A അവസാനിക്കും. അക്യുമുലേഷനിലുള്ള ഫേസ് A ആണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വീണ്ടും നോക്കാം. ഈ സ്റ്റോക്ക് ഇവിടെ താഴേക്ക് വന്നു. താഴേക്ക് വന്നതിന്റെ ശേഷം, അതായത് സെക്കൻഡറി ടെസ്റ്റിന് ശേഷം ഈ സ്റ്റോക്ക് വീണ്ടും മുകളിലേക്ക് പോവുകയാണ്. ഇത് നമ്മളുടെ ഏറ്റവും ലോ ആയിരുന്നു, ഇവിടെ. അതിന്റെ ശേഷം ഇത് ഓട്ടോമാറ്റിക് റാലി സംഭവിച്ചു, താഴേക്ക് വന്നു. ഓക്കെ, ഇത് മുമ്പ് നമ്മൾ വരച്ച ഒരു ലൈൻ ഉണ്ട് ഇവിടെ. ഇവിടെ ഇതിന്റെ സെക്കൻഡറി ടെസ്റ്റ് ഉണ്ട്. സെക്കൻഡറി ടെസ്റ്റിന് ശേഷം അത് മുകളിലേക്ക് പോകുന്നു. ഓക്കെ, ഇനി ഞാൻ നേരത്തെ വരച്ച റെസിസ്റ്റൻസ് ലൈൻ ഒന്നുകൂടെ അവിടെ വരയ്ക്കാം. അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. ആ റെസിസ്റ്റൻസ് ലൈനിനെ ഏത് രീതിയിലാണ് ഇത് ക്രോസ് ചെയ്തു പോകുന്നത് എന്ന് നോക്കൂ. ഏത് രീതിയിലാണ് അത് ക്രോസ് ചെയ്ത് പോകുന്നതെന്ന് നോക്കൂ. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു പോയിന്റ്, ഈ ഒരു ക്യാൻഡിലിനെ പറ്റിയിട്ടാണ്. ഈ ഒരു ക്യാൻഡിൽ ആ റെസിസ്റ്റൻസിനെ ക്രോസ് ചെയ്യുന്നത് നോക്കൂ. അത് കാണുമ്പോൾ സ്വാഭാവികമായും നമ്മൾ സാധാരണക്കാർ പ്രതീക്ഷിക്കുക ഇതൊരു അപ്വേർഡ് ട്രെൻഡിന്റെ അല്ലെങ്കിൽ അപ്വേർഡ് മൂവ്മെന്റ് തുടങ്ങിയിട്ടുണ്ട്, ഇതൊരു ബ്രേക്ക് ഔട്ട് ആണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ ഒരു സാധ്യതയുണ്ട്, ഇല്ലേ? മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ സാധാരണക്കാരെ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് കൂടെ ഇവിടെ ഉണ്ട്. നമ്മളൊരു അപ്വേർഡ് ട്രെൻഡ് പോലും നമ്മൾ ഒരു പക്ഷേ വരച്ചു വെച്ചിട്ടുണ്ടാവും. അവിടെ ഒരു അപ്വേർഡ് ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട് എന്ന രീതിയിൽ പോലും നമ്മൾക്ക് തോന്നും. ഓക്കെ, പക്ഷേ യഥാർത്ഥത്തിൽ അത് അങ്ങനെയല്ല. അതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആണ്. ഫേസ് ബിയിൽ സംഭവിക്കുന്ന, വൈക്കോഫിന്റെ ഫേസ് ബിയിൽ സംഭവിക്കുന്ന ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആണത്. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണക്കാർ റീറ്റെയിലേഴ്സ് അവിടെ എൻ്റർ ചെയ്യണം, എന്നിട്ട് അവരുടെ കയ്യിൽ നിന്നും ആ സ്റ്റോക്ക് കൂടുതൽ കുറഞ്ഞ വിലയ്ക്ക് അല്ലെങ്കിൽ ചീപ്പായ പ്രൈസ് അത് വാങ്ങണം. അതുപോലെ നമ്മളത് ബാക്കി കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പറയാം. ഏതായാലും ഇവിടെ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് നടക്കും, എന്നിട്ട് ഈ റെസിസ്റ്റൻസിന്റെ മുകളിൽ പോകും. ഏത് റെസിസ്റ്റൻസ്? നമ്മൾ പ്രിലിമിനറി സപ്ലൈയിൽ നിന്നും വരച്ച റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് പ്രൈസ് പോകും. ഈ ഭാഗത്ത് നമ്മൾ പറയുന്ന പേരാണ് അപ്ട്രസ്റ്റ്. അപ്ട്രസ്റ്റ് സംഭവിക്കുന്ന ഭാഗം ഫേസ് ബി ആണ്. അപ്ട്രസ്റ്റ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ വേറെ ഒരു അപ്ട്രസ്റ്റ് കൂടെ കാണാം. കുറച്ച് സമയത്തിന് ശേഷം സംഭവിക്കുന്ന വേറെ അപ്ട്രസ്റ്റ് കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ വൈക്കോഫ് പറയുന്നത് ഈ സെക്കൻഡറി ടെസ്റ്റിന്റെ ലോയിൽ നിന്ന് നിങ്ങൾക്ക് വേറൊരു റെസിസ്റ്റൻസ് ലൈൻ വരയ്ക്കാമെന്നുള്ളതാണ്. ഓക്കെ, അത് സെക്കൻഡറി ടെസ്റ്റിന്റെ ലോയിൽ നിന്ന് നിങ്ങൾക്ക് വേറൊരു റെസിസ്റ്റൻസ് ലൈൻ വരയ്ക്കാൻ പറ്റും. അത് നമുക്ക് വേറൊരു കളറിൽ നൽകാം. ഇവിടെ ഒരു ഒരു പർപ്പിൾ. അതുപോലെ തന്നെ നമുക്ക് ഈ അപ്ട്രസ്റ്റിന്റെ മുകളിൽ നിന്നും മറ്റൊരു റെസിസ്റ്റൻസ് ലൈൻ കൂടെ വരയ്ക്കാൻ പറ്റും. ഓക്കെ,
ഈ സമയത്ത് ബാക്കി ക്യാൻഡിൽസ് ഒന്നും ശരിക്കും ഇവോൾവ് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല, ഉണ്ടായി വന്നിട്ട് പോലും ഉണ്ടാവില്ല. അതൊക്കെ ഉണ്ടാവുന്നതിന്റെ മുമ്പേ നമ്മൾ നമ്മളുടെ റെസിസ്റ്റൻസ് സിംഗിൾ ക്യാൻഡിൽ വെച്ചിട്ട് തന്നെ നമ്മൾ നമ്മളുടെ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലൈൻസ് അവിടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് അക്കോർഡിംഗ് ടു വൈക്കോഫ് തിയറി. ഓക്കെ, അങ്ങനെ ഒരു അപ്ട്രസ്റ്റ് നടന്നു. പിന്നീട് അത് താഴേക്ക് സ്റ്റോക്കിന്റെ പ്രൈസ് വീണ്ടും താഴേക്ക് വന്നു. അതായത് ആ ബ്രേക്ക്ഔട്ടിൽ എൻട്രി ചെയ്ത ആളുകളെല്ലാം ഇപ്പോ ഇത് താഴേക്ക് വരുമ്പോൾ ലോസിലാവും. അത് മാത്രമല്ല, എന്തുകൊണ്ടാണ് ഈ ബ്രേക്ക്ഔട്ട് ഫേക്ക് ആവുന്നത് അല്ലെങ്കിൽ അത് ഫെയിൽ ആവുന്നത് എന്ന് കൂടെ പറയേണ്ടത് റെലവെന്റ് ആണെന്ന് തോന്നുന്നു. ഒരു സ്റ്റോക്ക് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് മാൻ വാങ്ങുമ്പോൾ അവരുടെ കയ്യിലുള്ള ക്യാപിറ്റൽ വളരെ വലുതായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ഒരു സ്റ്റോക്കിന്റെ ഫ്രീ ഫ്ലോട്ടായ അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിന്റെ കയ്യിലുള്ള സ്റ്റോക്കിന്റെ 90% അവരെ അബ്സോർബ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ സ്റ്റോക്കിന്റെ പ്രൈസിൽ ഈ തുടക്കത്തിൽ അവർ വാങ്ങുന്നതിലൂടെ വളരെ ചെറിയ ക്വാണ്ടിറ്റീസ് മാത്രമായിരിക്കും അവരുടെ കയ്യിലുണ്ടാവുക. അവരുടെ ലക്ഷ്യം 10 ലക്ഷം സ്റ്റോക്കുകൾ അബ്സോർബ് ചെയ്യാനാണ്. അവരിൽ പക്ഷെ ഇവിടെ വാങ്ങിയിട്ടുണ്ടാവുക, ഈ തുടക്കത്തിൽ അവർ വാങ്ങിയിട്ടുണ്ടാവുക ഒരു 3 ലക്ഷമൊക്കെ ആയിരിക്കും. 3 ലക്ഷം സ്റ്റോക്കൊക്കെ ആയിരിക്കും അവർക്ക് വാങ്ങാൻ കിട്ടിയിട്ടുണ്ടാവുക. ഈ വാങ്ങിയിട്ടുള്ള 3 ലക്ഷത്തിൽ ഒരു 1 lakh അവരെന്ത് ചെയ്യും, ഈ അപ്ട്രസ്റ്റിൽ സെല്ല് ചെയ്യും. ഈ അപ്ട്രസ്റ്റിൽ 1 lakh സെല്ല് ചെയ്യുന്നതോടുകൂടി അതിലൊരു സപ്ലൈ ഉണ്ടാവുകയും ആ സപ്ലൈ കാരണമായിട്ട് ഈ സ്റ്റോക്കുകൾ വീണ്ടും താഴേക്ക് പോവുകയും ചെയ്യും. ഈ സ്റ്റോക്ക് വീണ്ടും താഴേക്ക് പോകുമ്പോൾ ഈ താഴ്ന്ന പ്രൈസിന്, അതായത് ഈ ബ്രേക്ക്ഔട്ടിൽ വാങ്ങിയിട്ടുള്ള സാധാരണക്കാരുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ അടക്കം കുറഞ്ഞ പ്രൈസിൽ അവർക്ക് വീണ്ടും വാങ്ങാൻ കഴിയും. മുകളിൽ അവർ വിറ്റത് 1 lakh ആണെങ്കിൽ ഇവിടെ വീണ്ടും അവർക്ക് 3 to 4 lakh ഇവർക്ക് ഇവിടെ വീണ്ടും താഴെ വാങ്ങാൻ കഴിയും. ഓക്കെ, അങ്ങനെ ഇവിടെ നിന്നും എന്ത് ചെയ്യുന്നു, ഈ സപ്പോർട്ടിൽ നിന്നും വീണ്ടും സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നു, വീണ്ടും ഒരു ബ്രേക്ക്ഔട്ട് സംഭവിക്കുന്നു. അപ്പോൾ ഈ താഴെ വന്ന സമയത്ത് ഒരു പക്ഷേ സ്റ്റോക്ക് വിൽക്കുന്നതിന് പകരം ആവറേജ് ചെയ്ത റീറ്റെയിലേഴ്സ് ഉണ്ടാവാം. താഴെ വന്ന് ഇത് മുകളിലേക്ക് പോകുമ്പോൾ ആവറേജ് ചെയ്ത റീറ്റെയിലേഴ്സ് ഉണ്ടാവാം. ഇവരെ കൂടെ ട്രാപ്പിലാക്കാനാണ് വീണ്ടും അടുത്ത അപ്ട്രസ്റ്റിൽ ഇതേപോലെ വീണ്ടും മാർക്കറ്റിൽ സപ്ലൈ ഉണ്ടാക്കി മാർക്കറ്റിനെ വീണ്ടും താഴേക്ക് കൊണ്ടുവരുന്നത്. ഇങ്ങനെ വീണ്ടും മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുവരുമ്പോൾ റീറ്റെയിലേഴ്സ് ഒന്നുകിൽ നഷ്ടം സഹിച്ച് അത് വിറ്റൊഴിവാക്കുകയോ അല്ലെങ്കിൽ അവരുടെ ക്ഷമ നശിച്ചിട്ട് അവര് ഇത് വിറ്റൊഴിവാക്കുകയോ ചെയ്യും. ഇപ്പൊ നോക്കൂ, ഇതില് ഒരു സാധാരണക്കാർ, അതായത് റീറ്റെയിലേഴ്സിന് തന്നെ വരയ്ക്കാൻ പറ്റുന്ന ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നമ്മളുടെ താഴെയുള്ള പിങ്ക് ലൈൻ മാറിയിട്ടുണ്ട്. കാരണം അവിടെ ക്യാൻഡിൽസ് ഫോം ചെയ്ത് കഴിഞ്ഞല്ലോ. ഇപ്പോൾ ആ റെസിസ്റ്റൻസിനെയും ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മളുടെ റെഡ് ക്യാൻഡിൽസ് പോയിട്ടുള്ളത്. സ്വാഭാവികമായും അവിടെയുള്ള എല്ലാ സ്റ്റോപ്പ് ലോസുകളും ഹിറ്റ് ആയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ അത് താഴേക്ക് പോകുന്നതോടുകൂടെ ഒരുപാട് പേര് ക്ഷമ നശിച്ചത് വിറ്റിട്ടുണ്ടാവും. നഷ്ടം സഹിച്ച് വിറ്റ് പുതിയ സ്റ്റോക്കിലേക്ക് എൻ്റർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇനി കുറച്ചുകൂടെ സ്മാർട്ട് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഒരു പക്ഷേ നമ്മളുടെ ഫസ്റ്റില് റിജക്ഷൻ ക്യാൻഡിൽ വാങ്ങിയവരുണ്ടാവാം. അവരുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ കൂടെ അക്യുമുലേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു ഭാഗം ഈ റെസിസ്റ്റൻസ് ലൈനിന്റെ താഴേക്ക് പോയത് കാണാൻ പറ്റും. ഒരു വിക്ക് അതിന്റെ താഴേക്ക് പോയിട്ടുള്ളത് കാണാനാവും. ഈ റെസിസ്റ്റൻസ് ലൈൻ നമ്മൾ ആദ്യം വരയ്ക്കുമ്പോൾ അവിടെ ആ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടില്ല. ഇപ്പോൾ പക്ഷെ അതിന്റെ താഴേക്ക് ഒരു ചെറിയ വിക്ക് ഫോം ചെയ്തിട്ടുണ്ട്. വിക്ക് എന്ന് പറഞ്ഞാൽ ഈ ക്യാൻഡിലിന്റെ വാലിനെയാണ് നമ്മൾ അതിന്റെ വിക്ക് എന്ന് പറയുന്നത്. മെഴുതിരിയുടെ തിരിയെ പറയും ഇംഗ്ലീഷില്. അപ്പൊ ആ വിക്ക് അതിന്റെ താഴെ പോയിട്ടുണ്ട്. അതോടുകൂടി ഏറ്റവും ലോയിൽ സ്റ്റോപ്പ് ലോസ് വെച്ചുള്ള സ്റ്റോപ്പ് ലോസ് കൂടെ ഹിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ വോളിയം പരിശോധിച്ചാൽ, നമ്മളുടെ അടുത്ത വീഡിയോ അതായിരിക്കും, ഇതിന്റെ വോളിയം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള വോളിയം വളരെ കുറവായിരിക്കും എന്ന് കാണാം. അതായത് ഈ ഒരു വിലയിൽ വിൽക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ കോമ്പോസിറ്റ് മാന്റെ ലക്ഷ്യം ഇവിടെ വാങ്ങുകയാണ്. വിൽക്കേണ്ടത് സാധാരണക്കാർ അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് ആണ്. റീറ്റെയിലേഴ്സിന്റെ കയ്യിൽ സ്റ്റോക്കുകൾ ഇല്ല എന്നാണ് ഇവിടെയുള്ള ലോ വോളിയം നമ്മൾക്ക് പറഞ്ഞു തരിക. അതോടുകൂടി പിന്നെ കോമ്പോസിറ്റ് മാൻ ഇവിടെ നിന്ന് മാർക്കറ്റ് ഓർഡറിൽ സ്റ്റോക്കുകൾ വാങ്ങാൻ തുടങ്ങും. നിങ്ങൾ വളരെ തുടക്കക്കാരാണെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റ് ഓർഡർ എന്താണെന്നും അതുപോലെ
ലിമിറ്റ് ഓർഡർ എന്താണെന്നും അറിയാൻ സാധ്യതയില്ല. അതുപോലെ ബേസിക് കാൻഡിൽ സ്റ്റിക് പാറ്റേൺസും കാര്യങ്ങളൊന്നും ഒരുപക്ഷെ അറിയാൻ സാധ്യതയില്ല. വൈക്കോഫ് വളരെ ബിഗിനേഴ്സിനുള്ളതല്ലെങ്കിലും പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മളുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, അടുത്ത പോസ്റ്റ് നിങ്ങൾ കമന്റിൽ ആവശ്യപ്പെടുകയാണെങ്കിൽ എന്താണ് ലിമിറ്റ് ഓർഡർ, എന്താണ് മാർക്കറ്റ് ഓർഡർ എന്നൊക്കെ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഞാൻ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഓക്കെ. സോ എനിവേ, ഇവിടെ മുതൽ അവർ മാർക്കറ്റ് ഓർഡർ ആയിട്ട് വാങ്ങാൻ ഓർഡർ ഇടുന്നു. ഓക്കെ. ഈ മാർക്കറ്റ് ഓർഡർ ആയിട്ട് അവർ വാങ്ങാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് അല്പാൽപമായി മുകളിലേക്ക് പോകും. ചില ആളുകളുണ്ട് എന്ത് തന്നെ സംഭവിച്ചാലും നഷ്ടത്തിൽ വിൽക്കില്ല എന്ന കാഴ്ചപ്പാടുള്ളവർ. അവർ സ്റ്റോപ്പ് ലോസും വെക്കില്ല, നഷ്ടത്തിൽ വിൽക്കാനും തയ്യാറാവില്ല. തുടക്കത്തിൽ, അതായത് മാർക്കറ്റിൽ വന്ന് തുടങ്ങുന്ന സമയത്ത് ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഏതായാലും അങ്ങനെയുള്ള ആളുകളുടെ സെല്ലിങ്ങുകളാണ് നമ്മൾക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സെല്ലിങ്ങുകളും ബൈയിങ്ങുകളും ഒക്കെ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇവിടെയൊക്കെ അങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ നിന്നും സ്റ്റോക്കുകൾ അബ്സോർബ് ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഒരുപക്ഷെ ഈ ഒരു ലെവലിൽ വെച്ച് വാങ്ങിയിട്ടുള്ളവർ നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക്, ഈ റേഞ്ചിലേക്ക് എത്തുമ്പോഴേക്കും ഓക്കെ, എന്റെ നഷ്ടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു എന്ന രീതിയിൽ അവിടെ വിറ്റൊഴിവാക്കുന്നവരുണ്ടാവും. അതുപോലെ ഈ ഒരു മുകളിലുള്ള റെസിസ്റ്റൻസിന്റെ ബ്രേക്ക്ഔട്ടിന്റെ സമയത്ത് എൻറ്റർ ചെയ്തവര്, അവര് നഷ്ടം നികത്തുന്നത് അല്ലെങ്കിൽ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു റീജിയൻ ഇവിടെ ആയിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ മഞ്ഞയുടെ മുകളിൽ വീണ്ടും മഞ്ഞ വരച്ച കാണില്ല, ബ്ലൂ വരയ്ക്കാം. ഓക്കെ. ഈ മുകളിലുള്ള റെസിസ്റ്റൻസിന്റെ ബ്രേക്ക്ഔട്ടിന്റെ സമയത്ത് എൻട്രി എടുത്തവർക്ക് നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന പ്ലേസ് ഇവിടെയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്ലേസ് ഇവിടെയാണ്. ഇവിടെയൊക്കെയുള്ള എല്ലാ സ്റ്റോക്കുകളും അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ, വോളിയം ഏകദേശം നില്ലാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് പൂർണ്ണമായിട്ടും മാർക്കറ്റ് ഓർഡറാണ് സംഭവിക്കുക. അതോടുകൂടി സ്റ്റോക്ക് മുകളിലേക്ക് പറന്നു കയറും. ഇനി ഇതിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ട 2 സ്ഥലങ്ങളുണ്ട്. ഒന്ന് ഫേസ് ബിയുടെ അവസാനം. ഫേസ് ബിയുടെ അവസാനം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ താഴേക്ക് വന്നു, ഏറ്റവും താഴെ വന്ന ഈ ക്യാൻഡിലാണ് ഫേസ് ബിയുടെ അവസാനം. ഓക്കെ. അപ്പോൾ ഇതിന്റെ ഇടയിൽ ഫേസ് എ മുതൽ ഫേസ് ബി വരെയുള്ള സ്ഥലം, ഫേസ് എയുടെ അവസാനം നമ്മൾ വരച്ചിട്ടുണ്ട്. ഇത് ഇപ്പൊ നമ്മൾ അവസാനമായി വരച്ചിട്ടുള്ള ലൈന് ഫേസ് ബിയുടെ അവസാനമാണ്. അപ്പൊ ഈ ഫേസ് ബി എന്ന് പറയുന്നത് ഫേസ് എക്ക് ശേഷം ഫേസ് സി വരെയുള്ള സ്ഥലങ്ങളാണ്. ഫേസ് സിയിൽ സപ്ലൈയുടെ ഒരു ടെസ്റ്റ് കൂടെ നടക്കും. ഇത് വീക്ക്ലി കാൻഡിൽ സ്റ്റിക്കിലേക്ക് ഞാൻ ഉടനെ മാറ്റും. ആ സമയത്ത് നിങ്ങൾക്ക് ആ ടെസ്റ്റ് ക്ലിയർ ആയിട്ട് കാണാം. ഈ 2 പച്ച ക്യാൻഡിലുകൾക്ക് ശേഷം സംഭവിച്ചിട്ടുള്ള ആ ചുവന്ന ക്യാൻഡിൽ ഒരു ടെസ്റ്റാണ്. മാർക്കറ്റിൽ എത്രത്തോളം സപ്ലൈ അവശേഷിക്കുന്നുണ്ട് എന്ന് കാണാൻ വേണ്ടി ഫോർ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് മെൻ നടത്തുന്ന ഒരു ടെസ്റ്റ് ആണത്. അതിനു മുമ്പ് ഞാൻ ഈ പ്ലേസസ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇത് ഫേസ് ബി. ഓക്കെ. ഇനി ഈ റീജിയൻ ആണ് ഫേസ് സി. സോറി, കൈതട്ടിപ്പോയതാണ്. നമ്മൾ ഫേസ് സി ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഫേസ് സി ആണ് എപ്പോഴും ഏറ്റവും ചെറിയ ഫേസ് ആയിട്ടുണ്ടാവുക. ഒരു അക്യുമുലേഷൻ പാറ്റേണിലെ ഏറ്റവും ചെറിയ ഫേസ് സി ആയിരിക്കും. ഓക്കെ. അതിനുശേഷം ഉള്ള ഫേസ് സിക്ക് ശേഷമുള്ള ഭാഗമാണ് ഫേസ് ഡി. മാർക്കപ്പ് തുടങ്ങുന്നതിന്റെ മുമ്പ്
ഫേസ് സി മുതൽ ഈ റേഞ്ച് ബ്രേക്ക്ഔട്ട് ആവുന്നത് വരെയുള്ള ഭാഗത്തെയാണ് നമ്മൾ ഫേസ് ഡി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് അത് മാർക്ക് ചെയ്യാം. ഫേസ് ഡി, ഇതുവരെയുള്ള ഭാഗമാണ് ഫേസ് ഡി. ഫേസ് ഡി. ഓക്കെ, ഇനി അതിനുശേഷം മുകളിലേക്ക് ഉള്ള ഭാഗത്തെ നമ്മൾ ഫേസ് ഇ എന്ന് പറയും. ഫേസ് ഡിക്ക് ശേഷമുള്ള ഭാഗത്തെ നമ്മൾ ഫേസ് ഇ എന്ന് പറയും. അവിടെ നിന്ന് അങ്ങോട്ട് മാർക്കപ്പ് ആണ്. ഇതിന് മുമ്പ് തന്നെ വൈക്കോഫ് അറിയുന്നവര് എൻട്രി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, സാധാരണക്കാര് ബ്രേക്ക്ഔട്ട് ട്രേഡേഴ്സ് ഇതിൽ എവിടെയായിരിക്കും എൻട്രി എടുക്കുക എന്നറിയാം നിങ്ങൾക്ക്. അവർ എൻട്രി എടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒന്നാമത്തെ ബ്രേക്ക്ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷെ അവർ ഇവിടെ എൻ്റർ ചെയ്ത് കൊളാപ്സ് ആയിട്ടുണ്ടാവും, നഷ്ടം വാങ്ങിയിട്ടുണ്ടാവും. ഇവിടെ എൻ്റർ ചെയ്തിട്ട് നഷ്ടം വാങ്ങിയിട്ടുണ്ടാവും. വീണ്ടും ഒരുപക്ഷെ ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ടാവും. ഇവിടെയൊക്കെ ബ്രേക്ക്ഔട്ടിൽ നല്ല വോളിയം ഉണ്ടാവാറുണ്ട്. പിന്നെ അവർ ബ്രേക്ക്ഔട്ടിന് എൻട്രി എടുക്കുക ഇവിടെയാണ്. കാരണം ഈ താഴെയുള്ള റെസിസ്റ്റൻസ് ലൈന് അവർ പിന്നെ നോട്ടീസ് ചെയ്യില്ല. അവര് എല്ലാ ക്യാൻഡലിന്റെയും ടിപ്പായിട്ട് കൂട്ടി വരയ്ക്കാൻ പറ്റുന്ന റെസിസ്റ്റൻസ് നമ്മുടെ മുകളിലുള്ള ആ പർപ്പിൾ ലൈനാണ്. പിന്നെ റെസിസ്റ്റൻസ് എന്താണ്, ബ്രേക്ക്ഔട്ട് ആയിട്ട് എൻട്രി എടുക്കുക അവിടെയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെയുള്ള മൂവ്മെന്റ് അവർക്കും കിട്ടും. പക്ഷേ ആ സമയം കൊണ്ട് ആ സ്റ്റോക്ക് എത്ര രൂപ മൂവ് ചെയ്തിട്ടുണ്ടാവും അറിയാം? 3 രൂപ 40 പൈസയിൽ നിന്നും അവിടെ എത്തുമ്പോഴേക്ക് ഏകദേശം 8 രൂപ 50 പൈസ 9 രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. 3 രൂപയിൽ നിന്ന് 9 രൂപയിലേക്കുള്ള മൂവ്മെന്റ് എത്ര വലുതാണെന്ന് നോക്ക്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയുടെ പ്രധാന ടോപ്പിക്. അതായത് ഒരു അക്യുമുലേഷൻ സീരീസിലെ ഫേസസ് ഐഡന്റിഫൈ ചെയ്യുക. ഇനി ഇതിന്റെ വീക്ക്ലി ക്യാൻഡിൽ സ്റ്റിക്ക് കാണിച്ചു തന്നിട്ട് അതിലുള്ള ഫേസ് സിയിലുള്ള ടെസ്റ്റും കൂടെ കാണിച്ചു തരാം. ഫേസ് സിയിൽ ഞാൻ വരച്ചിട്ടുള്ള ടെസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം കൃത്യമാണ് വരച്ചിട്ടുള്ളതെന്ന്. അവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഞാൻ കാണിച്ചിരുന്നു ഇല്ലേ? ഞാൻ ഈ വരച്ച ലൈൻ ഒത്തിരി മാറ്റിത്തരാം. നിങ്ങൾ നോക്കൂ, ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ സ്റ്റോക്ക് താഴേക്ക് വന്നു, സ്റ്റോക്ക് ഒന്ന് താഴേക്ക് വന്നു, സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് വന്നു, ഏറ്റവും താഴെ പോയി, ഏറ്റവും താഴെ പോയിട്ട് അത് മുകളിലേക്ക് ഒന്ന് വന്നിട്ട് വീണ്ടും ഒന്നുകൂടെ താഴേക്ക് പോവുകയാണ്. ഈ റെസിസ്റ്റൻസിൽ വന്നിട്ട് ഇതിന്റെ ബ്രേക്ക്ഔട്ടിൽ, വീക്ക്ലി ക്യാൻഡിലിന്റെ ബ്രേക്ക്ഔട്ടിൽ ആരെങ്കിലും എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിലുള്ള സ്റ്റോക്ക് കൂടെ പിടിക്കണമെന്ന് വിചാരിച്ച് വീണ്ടും ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ ഓരോ ടെസ്റ്റും പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഓരോ ടെസ്റ്റും ഓരോ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആയിരിക്കും. ചെറുതോ വലുതുമായ സീരീസുകളിലെ അല്ലെങ്കിൽ റെസിസ്റ്റൻസുകളുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആയിരിക്കും ഓരോ ടെസ്റ്റും ഉണ്ടാവുക. അതിൽ ഓരോ ടെസ്റ്റിലും എത്രത്തോളം വോളിയം കുറവാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ആ ടെസ്റ്റ് സ്ട്രോങ് ആണെന്നും സ്റ്റോക്ക് മുകളിലേക്ക് പോകാൻ തയ്യാറെടുത്തിട്ടുണ്ട് എന്നും മനസ്സിലാക്കാം. ഞാൻ വീണ്ടും ഫേസ് സിയെ അതിൻ്റെ ശരിക്കുള്ള പൊസിഷനിലേക്ക് തന്നെ കൊണ്ടുപോകും. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമ്മളുടെ വൈക്കോഫിന്റെ ഫേസസ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാമെന്ന് ഞാൻ വേറൊരു സ്റ്റോക്ക് കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫേസസ് നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് അത് നിങ്ങൾ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ പിക്ചറായിട്ട് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഒരു നല്ല വൈക്കോഫ് സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും കേൾക്കുക, സംശയം ചോദിക്കുക. സംശയം നിങ്ങൾക്ക് കമന്റ് ആയിട്ട് താഴെ ചോദിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലും ചോദിക്കാം. ഓക്കെ, നിങ്ങളുടെ ഹോംവർക്ക് എന്ന് പറയുന്നത് ജിൻഡാൽ എനർജി JSW എനർജി. ഓക്കെ, JSW എനർജിയുടെ മന്ത്ലി സ്റ്റോക്കിലേക്ക് മന്ത്ലി ചാർട്ടിലേക്ക് പോയി വോളിയം നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. വോളിയം ഓഫ് ചെയ്തിട്ട് വോളിയം വേണ്ട, ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ മന്ത്ലി ക്യാൻഡിൽ സ്റ്റിക്കിലേക്ക് പോവുക.
മന്ത്ലി ക്യാൻഡിൽ സ്റ്റിക്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു അക്യുമുലേഷൻ പാറ്റേൺ കാണാൻ പറ്റും. ഓക്കെ, ഇതിന്റെ ഫേസസ് നിങ്ങൾ മനസ്സിലാക്കിയതനുസരിച്ച് ഇതിന്റെ ഫേസസ് ഫേസ് എ, ഫേസ് ബി, ഫേസ് സി, ഫേസ് ഡി, ഫേസ് ഇ, അതുപോലെ ഇതിൽ വരയ്ക്കേണ്ട പ്രിലിമിനറി സപ്പോർട്ട്, ഓട്ടോമാറ്റിക് റാലി, ബൈയിങ് ക്ലൈമാക്സ്, സെക്കൻഡറി ടെസ്റ്റ്, അപ് ട്രസ്റ്റ്, ഫേസ് സിയിലുള്ള ടെസ്റ്റ്, അതുപോലെ തന്നെ അതിന്റെ ഫേസ് സിയിലുള്ള പെനട്രേഷൻ, ഇത്രയും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ട് നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുക. താങ്ക് യു, ബൈ.